ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോട്ട്. എനിക്കറിയാം നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ അത്യാവശ്യം സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അത്യാവശ്യം ടെൻഷനിലായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ ഏറെ നാളത്തെ പ്രിപ്പറേഷനൊടുവിൽ നാളെയാണ് NMMS എക്സാം എഴുതാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ആദ്യമായി പറയാനുള്ളത് ബി കോൺഫിഡൻറ്റ് എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ പരീക്ഷയെ നേരിടണം. നിങ്ങൾ എത്രത്തോളം സമാധാനത്തോടു കൂടി നിങ്ങൾ എഴുതുന്നോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. എത്രത്തോളം ടെൻഷനിലാണോ എഴുതുന്നത് അത്ര മാർക്ക് നിങ്ങൾക്ക് പോകാനും സാധ്യത ഉണ്ടാവും എന്ന് ആദ്യം തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ എക്സാം ഏത് രീതിയിലായിക്കോട്ടെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം ഈ ഒരു എക്സാമിനെ നിങ്ങൾ നേരിടാൻ. നിങ്ങൾ അത്രത്തോളം പഠിച്ചിട്ടുണ്ട്. സാറ്റ് ആയാലും മാറ്റ് ആയാലും നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് NMSൻ്റെ സ്കോളർഷിപ്പ് കിട്ടാൻ അത്രയും കാര്യങ്ങൾ കൃത്യമായി എഴുതിയാൽ മാത്രം മതി എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം എക്സാം എഴുതാൻ. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് OMRൻ്റെ കാര്യമാണ്. അതിന് കൃത്യമായി നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് പറഞ്ഞു തരാൻ, ഡയറക്ഷൻസ് പറഞ്ഞു തരാൻ അവിടെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ OMRൻ്റെ മുകൾ ഭാഗം ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒറ്റ പേപ്പറായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ മുകൾ ഭാഗം ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് റോൾ നമ്പർ ഫില്ല് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റോൾ നമ്പറിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു ബുക്ക്ലെറ്റിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ്റെ കോഡ് ABCD എന്നുള്ള കോഡ് ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ഏത് മീഡിയമാണ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അല്ലെങ്കിൽ തമിഴ്, കന്നഡ ഒക്കെ ഉണ്ട്, അതാണ്. അതുപോലെ ജെൻഡർ ഏതാണെന്ന് ഫില്ല് ചെയ്യാനുണ്ടാകും, സൈൻ ചെയ്യാനുണ്ടാകും. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ ഫില്ല് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ റോൾ നമ്പർ ഞാൻ വിചാരിക്കുക, എൻ്റെ റോൾ നമ്പർ ഉള്ളത് ഒരു 143015 വിചാരിച്ചു. 143015 എൻ്റെ റോൾ നമ്പർ എങ്കിൽ ഞാൻ ആ 143015 ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ് 1 അല്ലേ ഉള്ളത്, സോ ആ 1ന് താഴെ മാത്രം 1 ഞാൻ ബബിൾ ചെയ്യണം. അടുത്തത് 4 അല്ലേ, സോ ആ 4ന് നേരെ ഞാൻ എന്ത് ചെയ്യണം? 4 ഇവിടെ ബബിൾ ചെയ്യണം. അടുത്തത് 3 അല്ലേ, അപ്പോൾ ആ 3ക്ക് താഴെ ഇവിടെ 3 ബബിൾ ചെയ്യണം. അതുപോലെ 0 അല്ലേ, അപ്പോൾ 0 ഇവിടെ ബബിൾ ചെയ്യണം. വീണ്ടും 1 അല്ലേ, അപ്പോൾ 1 ഇവിടെ ബബിൾ ചെയ്യണം. വീണ്ടും 5 അല്ലേ, അപ്പോൾ 5 ഇവിടെ ബബിൾ ചെയ്യണം. ആ രീതിയിൽ നിങ്ങളുടെ 6 രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യാറോ, ഒരു വരിയിൽ തന്നെ മുഴുവനായിട്ടും ബബിൾ ചെയ്തു പോകും. OMR നിങ്ങൾക്ക് മാറ്റി കിട്ടില്ല എന്ന് ആദ്യമേ ഓർമ്മിക്കുക. അത് കൃത്യമായി ശ്രദ്ധിക്കുക. അതിൻ്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് അവിടെ തരും കേട്ടോ. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്യുന്നത് കൃത്യമായി ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആൻഡ് സെറ്റ് ABCD 4 സെറ്റായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിലുണ്ടാവും ഏത് സെറ്റാണെന്നുള്ളത്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ബബിൾ ചെയ്ത് വെക്കുക. മീഡിയം ഏതാ, മലയാളമാണോ, ഇംഗ്ലീഷാണോ, തമിഴാണോ, കന്നഡയാണോ എന്നുള്ളതും ബബിൾ ചെയ്യുക. ആൻഡ് ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് നിങ്ങൾ ബബിൾ ചെയ്യുക. ആൻഡ് ഓൾസോ സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റും സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്ററും ഉണ്ടാകും. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സൈൻ എന്താണോ ആ സൈൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇൻവിജിലേറ്റർക്കുള്ളതാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സൈൻ ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് OMRൻ്റെ അടുത്ത പാർട്ട് ഇങ്ങനെ ആയിരിക്കും. 90 ചോദ്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും. സൈഡിൽ ഒരു ബാർകോഡ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബബിൾ ചെയ്യുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അത് ബബിൾ ചെയ്യുമ്പോൾ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 1ൻ്റെ ആൻസർ B എന്നും 2ൻ്റെ ആൻസർ C എന്നും 4ൻ്റെ ആൻസർ D എന്നുമാണ് കിട്ടിയത്, 3ൻ്റെ ആൻസർ D എന്നാണ് കിട്ടിയായിരിക്കുക. ഇപ്പോൾ ഞാൻ 1B ബബിൾ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ മാത്രം ബബിൾ ചെയ്തു. അഥവാ ബബിൾ ചെയ്തത് എന്ത് ചെയ്തിട്ടില്ല? കംപ്ലീറ്റ്ലി ബബിൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. ഇനി മൂന്നാമത്തെ ഞാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ ചെയ്യുമ്പോൾ ഞാൻ പുറത്തുകൂടി ബബിൾ ചെയ്തു, ഇങ്ങനെ ബബിൾ ചെയ്താൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ബബിൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഏതാണോ നമ്മളുടെ ഓപ്ഷൻ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ബബിൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭാഗം പുറത്തേക്കോ അകത്തേക്കോ വന്നാൽ ബബിൾ ചെയ്യില്ല എന്നല്ല പറയുന്നത്. തീരെ ഉള്ളിലായി പോകരുത്, എന്നാൽ നല്ലോണം പുറത്തേക്കും പോകരുത്. അത് പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് വേണം ബബിൾ ചെയ്യാൻ. ബബിൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഓൾസോ 90 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവല്. ആ 90 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. സൈഡിൽ ഒരു ബാർകോഡ് ഒട്ടിക്കാനുള്ള ഭാഗം ഉണ്ടാവും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടല്ല, ബാർകോഡ് അവിടെ ഉണ്ടാകും. ഓക്കെ, ഒരു ബാർകോഡ് അവിടെ ഉണ്ടാവും നിങ്ങൾ OMRൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ മെഷീൻ സ്കാൻ ചെയ്യുന്നതാണ്. ആ ബാർകോഡ് ഏത് വിധേനയും ഒരു കംപ്ലയിൻ്റ് ഉണ്ടാവരുത്. നിങ്ങൾ അവിടെ വേർപ്പാക്കിയിട്ടോ അല്ലെങ്കിൽ അത് ചുളിഞ്ഞു പോകുന്നതോ ഒന്നും പാടില്ല. അതിനെന്തെങ്കിലും എറർ സംഭവിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായി പോവും? അവിടെ ക്യാൻസൽ ആവും. അവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം, ഇഫ് ദ കാൻഡിഡേറ്റ് മേക്സ് എനി മിസ്റ്റേക്ക് ഇൻ ദ എനി പാർട്ട് ഓഫ് ദി OMR ഷീറ്റ്,
OMR ഷീറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ദ OMR ആൻസർ ഷീറ്റ് വിൽ ബി ഇൻവാലിഡ്, അത് ഇൻവാലിഡ് ആയിട്ട് മാറും. എനി കംപ്ലൈൻറ്റ് ഇൻ ദിസ് റിഗാർഡ് വിൽ നോട്ട് ബി എൻ്റർടൈൻഡ് അറ്റ് എനി ഗ്രൗണ്ട്സ്, അതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻറ്റും ആക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ OMR ബബിൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, ആദ്യം നിങ്ങൾ എ എന്നുള്ളത് ബബിൾ ചെയ്തു, അടുത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ആൻസർ സി ആയിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾ എ ഇങ്ങനെ വെട്ടിയിട്ട് അടുത്ത സി ഇടാൻ അങ്ങനെ പാടില്ല. ചിലപ്പോൾ സ്കൂളിലെ മോഡൽ എക്സാമുകൾ ചില സ്കൂളിലെങ്കിലും അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇതുണ്ടാവും, നിങ്ങൾക്ക് സ്കൂളിലെ എക്സാമിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇവിടെ അത് പാടില്ല. 2 ആൻസർ വന്നോ അതും ഇൻവാലിഡ് ആയിരിക്കും. 2 ആൻസർ തീരെ ചെറിയ ബബിളിങ് അതുപോലെ വലിയ ബബിളിങ് ഇതൊക്കെ ഇൻവാലിഡ് ആയിരിക്കും. OMR കേട് വരുത്തിയാലും ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ OMRുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി ശ്രദ്ധിക്കണം. അടുത്തതായിട്ടുള്ള സാധനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾ നോക്കിക്കൊള്ളുന്നുണ്ട്, നാളെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരാതി പറയാൻ പോകുന്നൊരു വിഷയം സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ബോർഡ് എക്സാം അല്ല ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വേണം എക്സാം എഴുതാൻ. എന്ന് പറഞ്ഞാൽ ആദ്യം 1, പിന്നെ 2, പിന്നെ 3 ആ ഓർഡറിലല്ല വേണ്ടത്. 90 ചോദ്യങ്ങളുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണോ അത് വേണം ആദ്യമായിട്ട് ചെയ്യാൻ. ഈസി ആയിട്ടുള്ളത് ആദ്യം ചെയ്യാം. അതുപോലെ തന്നെ ഒരു മീഡിയം ലെവൽ, ഒരു ആവറേജ് ലെവൽ നിങ്ങൾക്ക് കുറച്ചറിയാം എന്നുള്ള ലെവലിൽ സാധനങ്ങൾ ഉണ്ടാവും, അത് രണ്ടാമതായി ചെയ്യാം. ടഫായ ക്വസ്റ്റ്യൻസ് അവസാനം മാത്രം ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫായ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യമേ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സമയം പോകും, പിന്നെ അവസാനത്തേക്ക് സമയം കിട്ടാത്തൊരു പ്രശ്നം വരും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനും ടൈം വെച്ചിട്ട് 90 മിനിറ്റ് കൊണ്ട് 90 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് ടൈം പ്ലാൻ ചെയ്യണം. ടൈം മാനേജ്മെൻറ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. ആൻഡ് ലാസ്റ്റ്ലി ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NMMSൽ നമുക്ക് എന്തില്ല, മൈനസ് മാർക്കില്ല. അപ്പോൾ ഇത് തെറ്റിപ്പോയാൽ മാർക്ക് പോകും, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ലാസ്റ്റ്ലി ഫോർ എക്സാമ്പിൾ ഒരു 2 മിനിറ്റ് സമയം ബാക്കിയുള്ളൂ, നമ്മളുടെ ടൈം 80 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട് എന്ന് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായി അറിയെങ്കിൽ അതും കൂടി ചെയ്യാം. ബട്ട് അവസാനത്തെ 1 മിനിറ്റ് സമയം കൊണ്ടെങ്കിലും എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മാർക്കാണെങ്കിൽ 1 മാർക്ക്, 2 മാർക്കാണെങ്കിൽ 2 മാർക്ക്, അത് നിങ്ങളുടെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിരിക്കും. അപ്പോൾ നാളെ എക്സാം ആണെന്ന് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെയും നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്. എല്ലാവർക്കും എക്സാം അടിപൊളിയായി എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്.